ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വെണ്ടയ്ക്ക കൊണ്ട് ഒരു വറവുണ്ടാക്കാം. അതിനായിട്ട് ഞാൻ വെണ്ടയ്ക്ക ഇതാണ് കുറച്ച് അരിഞ്ഞായിരുന്നു. വെണ്ടയ്ക്ക ഇതുപോലെ കുറച്ചിങ്ങനെ നീളത്തിൽ അരിഞ്ഞു കണ്ടോ. ഇങ്ങനെ വെണ്ടയ്ക്ക എടുത്തിട്ട് നാലഞ്ചായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നൈസായിട്ട് വീണ്ടും ഒരു വറവ് തയ്യാറാക്കാനാണ്. അപ്പം നമ്മളിങ്ങനെ അധികം മൂക്കാത്തത് ഞാൻ വെണ്ടയ്ക്ക കടയിൽ നിന്ന് വാങ്ങിയതാണ്. നമുക്ക് വെണ്ടയ്ക്ക പിടിച്ചതെല്ലാം നമ്മുടെ എടുത്തു തീർന്നു നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ. ഇനി പുതിയ വെണ്ടക്കുരു ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഇതെല്ലാം നമ്മുടെ വെണ്ടയ്ക്ക ഇതുപോലെ അരിഞ്ഞെടുത്തു, സവാള അരിഞ്ഞെടുത്തു, പച്ചമുളക് ഇതുപോലെ വലുതായിട്ട് അരിഞ്ഞെടുത്തു, 1-2 പയറുണ്ടായിരുന്നു, അത് ഇതുപോലെ ഓടിച്ചെടുത്തു. അപ്പം നമുക്ക് വെണ്ടയ്ക്കയും പയറും സവോളയും പച്ചമുളകും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിനി കടുക് താളിച്ച് നന്നായിട്ട് കുത്തി വന്നിട്ടുണ്ട്. നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്കയും പയറും ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നമ്മുടെ സവോളയും മുളകും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ചേരാനുള്ള ഉപ്പ് നീരാണേ. ഉപ്പ് നീരൊന്ന് വെച്ചിട്ട് ഇളക്കി വെക്കാം. ഉപ്പൊക്കെ എല്ലായിടത്തും ഒന്ന് ചേരാൻ പാകത്തിന് ഒന്ന് ഇളക്കി നമുക്കൊന്ന് മൂടണ്ട. ഇങ്ങനെ ഒന്ന് തട്ടി ഇത് നമുക്ക് ഈ വറവിലേക്ക് സ്വല്പം മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരര സ്പൂൺ മല്ലിപ്പൊടി കൊടുത്തു. പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടെ കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. പിന്നെ നമ്മൾ ഈ വെണ്ടയ്ക്ക് പയറിട്ടു. കൂട്ടുകാരെ, നമ്മുടെ വെണ്ടയ്ക്ക വറവ് നന്നായിട്ട് റെഡിയായി കണ്ടോ. കണ്ണൂർ പാലക്കാടുകാർ ഇതിന് ഉപ്പേരി എന്ന് പറയും, വറവ് എന്നും പറയാറുണ്ട്. നമ്മൾ കോട്ടയം ഇടുക്കിക്കാരൊക്കെ മെഴുക്കുവരട്ടി എന്ന് പറയും. ഞാനിത് ചേർത്തിട്ടുള്ളത് വെണ്ടയ്ക്ക പിന്നെ പയറും കൂടെ ചേർത്തു. കാരണം പയർ തന്നെ എടുക്കുമ്പോൾ ഒരു മെഴുക്കുവരട്ടിക്ക് അല്ലെങ്കിൽ ഒരു തോരനുള്ളത് ഇല്ലായിരുന്നു. പിന്നെ അത് അവിടെ വെച്ചാലും പോവുകയും ചെയ്യും. ഞാൻ നമ്മുടെ പയറിൽ നിന്ന് പറിച്ചെടുക്കുകയും ചെയ്തില്ല. പിന്നെ അവിടെ